ഫ്രണ്ട്സ്, വെൽക്കം ടു ടുട്ടൂസ് കിച്ചൻ. ഇന്നത്തെ റെസിപ്പി ചെറുപയറുവേൻ്റെ ഒരു പായസമാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു 8 പിടി ചെറുപയറും തൊലി കളഞ്ഞ ചെറുപയറാണ് കേട്ടോ. ഒരു 4 പിടി ചൗവരി, നമ്മൾ എടുക്കുന്നതിൻ്റെ പകുതി ചൗവരിയും എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കുക്കറിൽ നെയ്ക്കകത്ത് വറുത്തിട്ടൊരു 3 കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുത്താണ് കേട്ടോ. എന്നിട്ടൊരു ശരുവത്തിലേക്ക് ഞാൻ ഒഴിക്കുകയാണ്. ഇനി നമുക്കൊരു 250 അല്ലെങ്കിൽ നമ്മൾ മധുരം 250 ഗ്രാം ശർക്കര അല്ലെങ്കിൽ 1/2 കിലോ ശർക്കര കേട്ടോ. മധുരം ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ 1/2 കിലോ ചേർത്തോളൂ. അത് ഉരുക്കി വെച്ചിട്ടുണ്ട് ഞാൻ. ഉരുക്കി അരിച്ച് നമുക്ക് ചേർക്കണം. അപ്പോൾ അത് ആ ശർക്കര പാനിയും കൂടി ഞാൻ അതിലേക്ക് ഒഴിക്കുകയാണ്. ചെറുപയർ ഇപ്പോൾ തൊലി കളഞ്ഞ ചെറുപയർ ഇല്ല എങ്കിൽ നമ്മളുടെ സാധാരണ ചെറുപയർ എടുത്തിട്ട് വെള്ളത്തിലിടുക കേട്ടോ. വെള്ളത്തിലിട്ടിട്ട് അതൊന്ന് കുതിർന്ന് കഴിഞ്ഞിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അതുപോലെ തന്നെ ചൗവരിയും ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് വെള്ളത്തിലിട്ടിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ശർക്കര ഉരുക്കിയത് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുകയാണ്. നമ്മളിതുവരെ സ്റ്റൗവിൽ വെച്ചിട്ടില്ല കേട്ടോ. അതായത് കുക്കറിൽ നമ്മൾ ചൗവരിയും ചെറുപയർ പരിപ്പും കൂടി വേവിച്ചിട്ട് നമ്മളതിലേക്ക് ശർക്കര ഉരുക്കിയത് ചേർത്തിട്ടുണ്ട്. പിന്നീട് തേങ്ങയുടെ പാലാണ് കേട്ടോ. ഒരു തേങ്ങയുടെ പാലിൻ്റെ 2ാം പാലാണ് ഈ ചേർത്തിരിക്കുന്നത്. അതായത് 2ാം പാൽ ഉണ്ടാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ തേങ്ങ തിരികെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ആദ്യം 1 കപ്പ് വെള്ളം അടിച്ചെടുക്കുക, അത് 1ാം പാലാക്കി മാറ്റുക. പിന്നെ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അരിച്ചെടുക്കണം, അത് 2ാം പാൽ. ഇപ്പോൾ ഞാൻ ചേർത്തത് 2ാം പാലാണ് കേട്ടോ. ആദ്യം നമ്മൾ ചേർക്കുന്നത് 2ാം പാലാണ്. അപ്പോൾ ശർക്കര ഉരുക്കിയതും ചേർത്തിട്ടുണ്ട്, 2ാം പാലും ചേർത്തിട്ടുണ്ട്. അത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മിക്സ് കൊടുത്തതിന് ശേഷം ഒരു 4-5 ഏലക്ക കുത്തി ചതച്ചത് കൂടി ചേർത്തോളൂ. ചെറുപയറിൻ്റെ കൂടെ ചിലവർ ഗോതമ്പ് നൂറ് കൂടി ചേർത്തിട്ട് പായസം ഉണ്ടാക്കാറുണ്ട്. അതും വളരെ ടേസ്റ്റിയാണ് കേട്ടോ. 4-5 ഏലക്കയും കൂടി ഞാൻ കുത്തി ചതച്ച് ചേർത്തിട്ടുണ്ട്. ആ തോടും അതുപോലെ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ചിലവർ തോട് എൻ്റെ അകത്തൊന്നും എടുത്ത് കളയാറുണ്ട്. ഞാൻ അങ്ങനെ ചേർത്തിരിക്കുകയാണ്, ഇടിച്ച് ചേർത്തിരിക്കുകയാണ്. ഇനി നമുക്കിത് സ്റ്റൗവേ വെച്ചിട്ട് ഒരു 15-20 മിനിറ്റോളം നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം. ആ മധുരമൊക്കെ അതിൽ നന്നായിട്ട് പിടിക്കണം. ഒരു 4 സ്പൂണ് നെയ്യും കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കും. ഇനിയാണ് പണി. അപ്പോൾ ഒരു 15-20 മിനിറ്റോളം കഴിഞ്ഞപ്പോൾ ഇതാ നമ്മളുടെ പായസം നല്ല കുറുകി വന്നിട്ടുണ്ട് കണ്ടോ. നമ്മൾ 2ാം പാലിലാണ് ഇത് മൊത്തം ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി 1ാം പാൽ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഈ കുറുകി വരുന്ന ആ സമയത്ത് നമ്മൾ ലാസ്റ്റാണ് 1ാം പാൽ. നല്ല കട്ടി തേങ്ങാപ്പാലാണ് ഈ 1ാം പാൽ എന്ന് പറയുന്നത്. അത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി 1ാം പാൽ ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ഇട്ടൊന്നും തിളപ്പിച്ചേക്കരുത്. ജസ്റ്റ് ഒന്ന് ചൂടായി കഴിയുമ്പോൾ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യുക കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് നമ്മൾ ചെറുപയർ പായസം എന്ന് പറഞ്ഞാൽ. ഞാൻ പറയാം, ചെറുപയർ തൊലി കളഞ്ഞത് കയ്യിലില്ല എങ്കിൽ നമ്മളുടെ വീട്ടിലെ തൊലിയുള്ള ചെറുപയർ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം കഴുകിയിട്ട് നെയ്ക്കകത്ത് വാട്ടി കുക്കറിലിട്ട് വേവിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കുറച്ച് എള്ളും കൂടി വറുത്തത് ചേർക്കുന്നുണ്ട്. നെയ്ക്കകത്ത് വറുത്താണ്. കിസ്മിസോ കാഷ്നട്ടോ ഒന്നും ഞാൻ ചേർക്കുന്നില്ല. തേങ്ങാക്കൊത്തും എള്ളും മാത്രമേ ചേർത്തിട്ടുള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെറുപയർ പായസമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ടുള്ളതായിരിക്കാം. ഇല്ലെങ്കിൽ തന്നെയും അപ്ലോഡ് ചെയ്തേ ഉള്ളൂ. അറിയാവുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിച്ചോളൂ കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ ചെറുപയർ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വിഷുവിന് അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചാണ്, പറ്റിയില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഈ പറയുന്ന രീതിയിലാണോ എല്ലാവരും ട്രൈ ചെയ്യുന്നതെന്ന് അറിയില്ല. എല്ലാവരും ഓരോരോ രീതിയിലല്ലേ. അപ്പോൾ ഇതൊന്ന് ഇരിക്കുമ്പോൾ ഒന്നും കൂടി കുറുകും കേട്ടോ. ഒരുപാട് കുറുകുന്നു തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചോളൂ കേട്ടോ. തേങ്ങാപ്പാൽ ഇല്ലെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് പശുമ്പാൽ ഒഴിച്ചാലും കുഴപ്പമില്ല. പക്ഷേ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നമ്മളുടെ ചെറുപയർ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണും വരെയും ബൈ.